ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഷ്ടാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് വലിയ ബുധനാഴ്ച. ഈ ദിവസത്തിന് തിരുവെഴുത്തുമായി ചേർത്തു വെച്ച് യേശുവിന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളും പ്രത്യേകതകളും എന്തായിരുന്നു എന്ന് മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കാം. 3 മുതലുള്ള വാക്യങ്ങളിൽ ബഥാന്യയിലെ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ യേശു കർത്താവായിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി സ്വച്ഛജടമാംസി തൈലം, വിലയേറിയ തൈലം പൊട്ടിച്ച് യേശുവിന്റെ തലയിലേക്ക് ഒഴിക്കുകയും യേശുവിന്റെ അരികിലായിരിക്കുകയും ചെയ്യുന്ന അനുഭവം. 2-ാമത് 10 മുതലുള്ള വാക്യങ്ങൾ ഒപ്പം നടന്നവൻ, കൂടെ ഉണ്ടായിരുന്നവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒത്ത് പണമൊക്കെ സെറ്റിൽ ചെയ്യുന്ന അനുഭവം. ഈ ദിവസം നാം ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് ധ്യാനിക്കുന്നത് ഒറ്റിക്കൊടുത്ത അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് അനുതപിക്കാനാണ്. ശരിക്കും കർത്താവിനെ യൂദ മാത്രമാണോ ഒറ്റിക്കൊടുക്കുന്നത്? 30 വെള്ളിക്കാശിനാണ് യൂദ ഒറ്റിക്കൊടുത്തത്. 30 വെള്ളിക്കാശ് അവന് മൂല്യമുള്ളതായിരുന്നു യേശുവിനേക്കാൾ. എന്നാൽ മറ്റൊരു സ്ത്രീ ആകട്ടെ 300-ലധികം വെള്ളിക്കാശിന് വിൽക്കുവാനായിട്ട് മൂല്യമുണ്ടായിരുന്ന സ്വച്ഛജട മാംസി തൈലത്തെ അതിനേക്കാൾ യേശുവിന് വില കൽപ്പിച്ചുകൊണ്ട് അത് പൊട്ടിച്ച് യേശുവിന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നു. നാം ദൈവാലയത്തിലും ആരാധനകളിലും ദൈവസന്നിധിയിലേക്കുമൊക്കെ വരുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? 300 വെള്ളിക്കാശ് യേശുവിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി വിനയപ്പെട്ട് ആരാധിക്കുന്ന ആ സ്ത്രീയെ പോലെയാണോ നാം കടന്നു വരുന്നത്? അതോ 30 വെള്ളിക്കാശ് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണോ നാം വരുന്നത്? എന്തിനാണ് നാം മൂല്യം കൊടുക്കുന്നത്? കർത്താവിനാണോ? പണത്തിനാണോ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടിയിട്ടാണോ കർത്താവിന്റെ അരികിലേക്ക് വരുന്നത് എന്ന് നാം ചിന്തിക്കണം. ചുടുചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമ്പോഴും പ്രിയമുള്ളവരെ, ഈ ഭാഗം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവളുടെ ഏകദേശം 1 വർഷത്തെ സമ്പാദ്യം അതിങ്ങനെ വാങ്ങി വിലപിടിപ്പുള്ള ഒരു തൈലമായി, മൂല്യമുള്ള ഒരു എണ്ണയായി വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്നത്, കരുതി വച്ചിരുന്നത്, അതൊരു പക്ഷെ അവളുടെ കരുതൽ ധനം കണക്കായിരുന്നിരിക്കണം. അതുപോലും യേശുവിന്റെ മുമ്പിൽ വലുതല്ല എന്ന ചിന്തയോടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് യേശുവിനേക്കാൾ വലുതായി നാം പിടിക്കുന്നത്? ഒന്ന് നമ്മെ തന്നെ ചിന്തിക്കാം. പല സമയത്തും ദൈവസന്നിധിയിലൊന്ന് മുട്ടിന്മേൽ നിൽക്കുവാൻ പോലും സമയം കണ്ടെത്തുവാൻ കഴിയാത്ത വിധം നാം തിരക്കുകളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വലുത് യേശുവല്ല, ആ 30 വെള്ളിക്കാശ് തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ തന്നെ സാക്ഷീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസം ഇങ്ങനെ അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നേക്കാൾ 30 വെള്ളിക്കാശിന് മൂല്യം കണ്ട എന്നോട് ക്ഷമിക്കണമേ. ഞാനും അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്ന് സമ്മതിക്കാം. കർത്താവ് മാപ്പ് നൽകുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, ചേർത്ത് പിടിക്കുന്നവനാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, യൂദ ജീവിച്ചിരുന്നുവെങ്കിൽ അവനെയും ചുടുസ്നേഹത്തിന്റെ ആ മാറോട് കർത്താവ് ചേർത്ത് പിടിച്ചേനെ. പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനുതാപ ഹൃദയത്തോടെ ഈ ദിവസം നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ സ്വീകരിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, അങ്ങേക്കാണോ ഞങ്ങളുടെ കരങ്ങളിലുള്ള, ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള മറ്റു പലതിനുമാണോ ഞങ്ങൾ മൂല്യം നൽകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇന്നലെ വരെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങേക്കാൾ ഈ ലോകത്തിന് വില കൽപ്പിച്ച് ഒറ്റിയും തള്ളിയും വിട്ടുപോയും ഒക്കെ അങ്ങയെ ഏകനാക്കിയ അനുഭവങ്ങളെ ഞങ്ങളോട് പൊറുക്കണമേ. അങ്ങേക്ക് വില കൽപ്പിക്കുവാൻ, അങ്ങേക്കാൾ മൂല്യമുള്ളതായി ഈ ലോകത്ത് ഞങ്ങൾക്കൊന്നും ഉണ്ടാകാതിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ആമേൻ.